ഗൈസ് ഫൈനലി എംപുരാൻ കണ്ടിട്ട് വന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, രാവിലെ എഴുന്നേറ്റിട്ട് ഉറക്കം ഒളിച്ചക്കെട്ടൊക്കെ ആയിരുന്നു ഞാൻ പോയി ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താണെങ്കിലും ഞാനൊരു കാര്യം പറയാം, അതിനൊക്കെ പടം ഉണ്ട്. പടം നല്ല രീതിയിൽ തന്നെ വർത്താന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ആൻഡ് എനിക്ക് പടം നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരേ ഒരു കാര്യം ഞാൻ പറയുള്ളൂ, അതിൽ നിന്ന് ഒത്തിരി ഹൈപ്പ് വെച്ച് ഒരിക്കലും ആരും പോയി കാണരുത്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ഹൈപ്പ് വെച്ച് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഡിസപ്പോയിൻമെന്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാലും പടം വൺ പൊളിയായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഓവറോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സായിദ് മസൂദിന്റെ ആ ഒരു എന്താ പറയണ്ട ഒറിജിൻ സ്റ്റോറിയും പുള്ളിക്കാരൻ്റെ എന്താ ആ ഒരു ഫാമിലി സംഭവിച്ച കാര്യങ്ങൾ, അതിൻ്റെ ഒരു റിവെഞ്ച് സ്റ്റോറി തന്നെയാണ് നമുക്ക് ആക്ച്വലി L2 നമുക്ക് എന്താണെങ്കിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് രാജുവിൻ്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണെങ്കിലും, അതുകൂടാതെ തന്നെ മോഹൻലാൽ ഒരു മകനെ പോലെ എടുത്തു വളർത്തുമ്പോഴത്തേക്കും മോഹൻലാലിന് അവിടെ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രി തന്നെയാണ് ഈ ഒരു സിനിമയുടെ അടിത്തറ എന്ന് എനിക്ക് പറയാൻ പറ്റും. ആൻഡ് ലാലേട്ടനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പുള്ളിക്കാരൻ മാസാണ്, പുള്ളിക്കാരൻ ക്ലാസ് ആണ്. ഒരു ക്ലാസ് പടം എന്ന് എന്താണെന്ന് എനിക്ക് ഈ പടത്തിന് വിശേഷിപ്പിക്കാൻ പറ്റും. ആൻഡ് ഞാൻ പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ സെക്കൻഡ് എൻട്രി മോനെ വൺ പോളി. അതായത് ഫസ്റ്റ് എൻട്രി ഒന്നുമല്ല, സെക്കൻഡ് എൻട്രി അവർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ആൻഡ് അത് കൂടാതെ തന്നെ യെസ്, നമ്മൾ എന്താ പറയണ്ട, പടത്തിനകത്ത് ബാക്കിയുണ്ടായിരുന്ന ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റോറി എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഒരു പേഴ്സണൽ സ്റ്റോറിയാണ്, ഒരു റിവെഞ്ച് സ്റ്റോറിയാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ബാക്കിയുള്ള ക്യാരക്ടേഴ്സ്, ഫിലിമിനകത്തുണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് എല്ലാവർക്കും അവരുടേതായ ഒരു രീതിയിലുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഷൈൻ ചെയ്യാനുള്ളൊരു എന്താ പറയണ്ട ഓരോ സ്പേസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് മഞ്ജു വാര്യറിന്റെ ക്യാരക്ടർ ആണെങ്കിലും, ടോവിനോയുടെ ക്യാരക്ടർ ആണെങ്കിലും, സുരാജന്റെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാവർക്കും അവരുടേതായ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും പൊളിയായിട്ട് തന്നെ ചെയ്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. ആൻഡ് ഓവറോൾ പിന്നെ ഫിലിമിനകത്തുള്ള ആക്ഷൻ സീക്വൻസ്, മാസ് ഡയലോഗ് എല്ലാം അവർക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ എന്താണെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഫാൻ ഷോയ്ക്ക് പോയത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഫാൻസിന്റെ ആ ഒരു സെലിബ്രേഷൻ എനിക്ക് കാണാൻ കഴിഞ്ഞു. എല്ലാവരും പടം നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ചെണ്ട കൊട്ടല്, ആനപ്പുറത്തൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് ഭയങ്കര പോലെ തന്നെയായിരുന്നു. പിന്നെ പടത്തിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പടം നല്ല രീതിയിൽ തന്നെ ഒരു ഹോളിവുഡ് മിഷൻ ഇമ്പോസിബിൾ വൈബിൽ ഒരു രാജുവിനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പല ലൊക്കേഷനൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. ആ ലൊക്കേഷൻസ് എല്ലാം വൺ പൊളിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേ ഞാൻ പറഞ്ഞ സിനിമോട്ടോഗ്രാഫി അവർക്ക് സൂപ്പറായിട്ട് തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു നല്ലൊരു ഹോളിവുഡ് ഫിലിം. കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ ഫിലിം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് അഭിമാനം കൊള്ളാം, നമ്മുടെ ഒരു പടം ഈ ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ. സോ അത് പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിനകത്ത് അവിടെ ഇവിടെയൊക്കെ ചില രീതിയിൽ സ്റ്റോറിക്കകത്ത് ലാഗ് വരുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്റ്റോറി വൺ സോളിഡ് തന്നെയാണ്. പിന്നെ എൻഡിങ് നമ്മൾ കുറച്ചും കൂടി വേണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പടം എൻഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ടൈമിൽ എനിക്ക് കുറച്ചും കൂടി പടം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പടം എൻഡ് ചെയ്തത് വേറൊരു ലെവലിലാണ്. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും സ്പെക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഡ്രാഗണും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് ഡ്രാഗണൊക്കെ പ്രതീക്ഷിച്ച് ഒത്തിരി ഹൈപ്പിൽ നിങ്ങൾ ഒരിക്കലും പോകരുത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ ഒരു ടീസിങ് ആണ് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. അതായത് L3 അതിൻ്റെ ലോഗോ റിവീൽ വരെ വൺ പൊളി തന്നെയായിരുന്നു. ആൻഡ് ലൂസിഫർ 3 കാണാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ കുറേയധികം വലിയ കുറേ സിൻഡിക്കേറ്റ്സിനെയൊക്കെ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഡ്രാഗണൊക്കെ. ആൻഡ് ഡ്രാഗൺ ആരാ എന്നുള്ളൊരു കാര്യം താഴെ കമൻറ്റ് ചെയ്ത് വെറുതെ ആരും സ്പോയിലർ ആക്കരുത്. ഞാൻ ഒറ്റൊരു കാര്യം പറയുന്നത്, നിങ്ങൾ പലരും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമായിരിക്കാം, അതാണ് ഡ്രാഗൺ. പക്ഷെ ഡ്രാഗൺ അല്ല ഈ ഒരു സിനിമയുടെ നെടുംതൂണി. പക്ഷെ ഈ ഒരു സിനിമയുടെ കോർ എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ലാലേട്ടനും അതുകൂടാതെ തന്നെ രാജുവേട്ടനും തന്നെയാണ്. ആൻഡ് ആ ഒരു സ്റ്റോറി, ആ ഒരു പ്രോ വൈബ്സ് എല്ലാം തന്നെയാണ് ഈ ഒരു സിനിമയെ പ്രത്യേകതയാക്കുന്നത്. ആൻഡ് എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു പ്രാവശ്യം കൂടി എന്താണെങ്കിലും എനിക്ക് ഈ ഒരു സിനിമ പോയി കാണണം. കാരണം ഫാൻ ഷോയ്ക്ക് പോയത് കൊണ്ട് തന്നെ ഭയങ്കര ബഹളവും കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു. സോ ഞാൻ എന്താണെങ്കിലും ഒരു പ്രാവശ്യം കൂടി പോയി കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെങ്കിലും ഈ സിനിമയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാവുന്നത് തന്നെയാണ്. സോ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ എന്തായാലും പോയി നിങ്ങൾ ഓരോരുത്തരും കാണാം. ഐമാക്സിൽ കാണാൻ പറ്റുവാണെങ്കിൽ ഐമാക്സ് തന്നെ കാണുമെന്ന് ഞാൻ പറയുള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ആക്ച്വലി എംപുരാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് സീൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്പോയിലർ ഇല്ലാതെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. Stay safe guys, stay awesome. See you guys in next episode. Punch.